നിലവിൽ 4 പേരാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സിജോ, ഗബ്രി, ജിൻഡു, അഭിഷേക് ശ്രീകുമാർ. ഇവരിൽ 2 പേർക്ക് ജയിലിൽ പോകാതിരിക്കാനായിട്ട് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്, ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്കിൽ വിജയിക്കുന്ന 2 പേർക്ക് ജയിലിൽ പോകാതെ ഇരിക്കാം. എന്തായാലും ടാസ്ക് കഴിഞ്ഞു. വിജയിച്ചത് ജിൻഡോയും ഗബ്രിയുമാണ്. ടാസ്ക് വിജയിച്ചിട്ടും ഗബ്രിയുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം, ഗബ്രീനെ നോമിനേറ്റ് ചെയ്തത് പവർ ടീമാണ്. കഴിഞ്ഞ ആഴ്ച പവർ ടീമിൽ നിന്ന് 2 പേരോട് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ പുറത്തു പോയ ആളാണ് ഗബ്രി. അതുകൊണ്ടാണ് അവിടെ ശ്രീരേഖയ്ക്കും ശരണ്യയ്ക്കും നിൽക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു നന്ദികേട് ഗബ്രിയോട് കാണിച്ചു എന്നുള്ളൊരു പരിഭവം ഗബ്രിക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ടാസ്കിന് വേണ്ടി ടീം അപ്പ് ചെയ്തപ്പോൾ ഗബ്രീനെയും ജിൻഡോനെയും ഒരുമിച്ച് വിട്ടു. ജിൻഡോ എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും കേൾക്കില്ല, അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഗബ്രിക്കുണ്ട്. അപ്പോൾ എന്നെ മനഃപൂർവ്വം ടാസ്കിൽ തോൽപ്പിക്കാനും അതുപോലെ അതായത് ഗബ്രിയും ജിൻഡോയും ജയിലിൽ പോകണം എന്നൊരു ഹിഡൻ അജണ്ടയും ആ കുടുംബത്തിലുള്ള പലർക്കും ഉണ്ട് എന്ന് ആരോപിച്ചിട്ടാണ് ഗബ്രി ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നത്. എന്തായാലും ഇവിടെ ശരണ്യക്ക് നല്ല കുറ്റബോധമുണ്ട്. ശരണ്യ ഗബ്രിയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പവർ ടീം 2 പേര് നോമിനേറ്റ് ചെയ്യുമ്പോൾ ശരണ്യ പറ്റാവുന്ന രീതിയിലൊക്കെ ഗബ്രി വേണ്ട എന്ന് പറഞ്ഞതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം, പ്രത്യേകിച്ച് സായി കൃഷ്ണയുടെ അഭിപ്രായം മാനിച്ചാണ് ഗബ്രിയെ നോമിനേഷനിൽ കൊണ്ടിടുന്നത്.